السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان. ഏറ്റവും സ്നേഹബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുടെ 6ാം ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിലെ 2 റൗണ്ട് അവസാനിച്ചു. 3ാം റൗണ്ടിലേക്ക് ഇൻഷാ അള്ളാഹ് നാം പ്രവേശിക്കുകയാണ്. 3ാം റൗണ്ടിൽ 55ാം അധ്യായമായ സൂറത്തുർ റഹ്മാനും 56ാം അധ്യായം സൂറത്തുൽ വാഖിഅയുമാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും എല്ലാവരും പരിശ്രമിക്കുക, അതിനായി പ്രാർത്ഥിക്കുക, ആശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വിശുദ്ധ റമളാൻ 1 നമുക്ക് ഏറെ സുപരിചിതമായ, നാം നിരന്തരമായി പാരായണം ചെയ്യുന്ന, നാം കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, പാരായണം വളരെ സന്തോഷത്തോടുകൂടെ കേൾക്കുന്ന 2 സൂറത്തുകളാണ് സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിഅയും. 55ാം അധ്യായമായ സൂറത്തുർ റഹ്മാൻ 78 ആയത്തുകളാണ് ഉള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളൊക്കെ പരിശോധിച്ചാൽ ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകൾ കാണാൻ കഴിയും. ആ പ്രത്യേകതകളൊന്നും എല്ലാവർക്കും, നമുക്കൊക്കെ ഓരോ സൂറത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷേ സൂറത്തുർ റഹ്മാൻ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആശയങ്ങളുടെ സമ്പുഷ്ടതയേക്കാൾ കൂടുതൽ എല്ലാവരും അത് ആസ്വദിക്കുന്നവരാണ്, പാരായണം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വളരെ സുന്ദരമായി, മറ്റുള്ള സൂറത്തുകളൊന്നും കാര്യമായി പാരായണം ചെയ്യാൻ അറിയാത്തവർക്ക് പോലും സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിഅയും ഒക്കെ പാരായണം ചെയ്യാൻ അറിയുന്നവരാണ് കൂടുതലും ഉള്ളത്. ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആ ഒരു ആയത്ത് 31 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട്. 31 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് ആവർത്തിച്ചു വന്നാലും ഒരിക്കലും അതിൻ്റെ ആസ്വാദനമോ അതിൻ്റെ പാരായണത്തിൻ്റെ മാധുര്യമോ നഷ്ടപ്പെടാതെ വളരെ സൗന്ദര്യത്തോടുകൂടെ നമുക്കത് ആസ്വദിക്കുവാനും സാധിക്കാറുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഏതായിരുന്നാലും സൂറത്തുർ റഹ്മാൻ നാം ആരംഭിക്കുകയാണ്. കൃത്യമായി പാരായണം ചെയ്ത് പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിലൂടെ നമ്മെ അറിയിക്കുന്ന കാര്യങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് ഉറപ്പിക്കുക. അങ്ങനെ നല്ല ഒരു നിയ്യത്തോടുകൂടെ എനിക്ക് പഠിക്കണം, എനിക്കത് പകർത്തണം, അള്ളാഹു എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി എനിക്കറിയണം എന്ന ചിന്തയോടുകൂടെ പഠിക്കാൻ ആരംഭിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ റമളാനിലാണ് നമ്മൾ ഉള്ളത്. ആ വിശുദ്ധ റമളാനിലേക്ക് കടക്കുമ്പോൾ ഈ മഹനീയമായ സൂറത്തിന്റെ പഠനം ഒരു ദിവസം പോലും ഒഴിയാതെ പഠിക്കുന്നവരായി മാറുക. കാരണം വിശുദ്ധ റമളാൻ
ഖുർആനിന്റെ വാർഷികമാണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിന്റെ പ്രത്യേകത, ഏറ്റവും ശക്തമായ പ്രത്യേകത, ആ റമളാനിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുള്ള റമളാനിൽ മഹനീയമായ സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിഅയും പഠിക്കാനും പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അർ-റഹ്മാൻ. അർ-റഹ്മാൻ, അള്ളാഹുവിന് വിവിധങ്ങളായ പേരുകളുണ്ട്, നമുക്കറിയാം. അള്ളാഹ് എന്ന മഹത്തായ ശ്രേഷ്ഠമായ ആ നാമം കഴിച്ചാൽ പിന്നീട് ഏറ്റവും മഹത്തായ അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് അർ-റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നാമമാണ്. അള്ളാഹു എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഉത്തമമായ ഒരു നാമമാണ് അർ-റഹ്മാൻ എന്ന് പറയുന്നത്. കാരുണ്യത്തിന്റെ ഏറ്റവും അവസാനത്തവൻ, കാരുണ്യത്തിന്റെ പരമോന്നതയിലെത്തിയവൻ, അതിനാണ് നമ്മൾ പരമകാരുണികൻ എന്ന് അർത്ഥം പറയാറുള്ളത്. അർ-റഹ്മാൻ, പരമകാരുണികൻ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലമൽ ഖുർആൻ, അല്ലമ, അവൻ പഠിപ്പിച്ചു. ആര്? റഹ്മാൻ പഠിപ്പിച്ചു, അല്ലാഹു പഠിപ്പിച്ചു. അൽ ഖുർആൻ, ഖുർആനിനെ. അല്ലമൽ ഖുർആൻ, അല്ലാഹു ഖുർആനിനെ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, ഖലഖ, അവൻ സൃഷ്ടിച്ചു, അല്ലാഹു സൃഷ്ടിച്ചു. ആരെ? അൽ ഇൻസാൻ, ഇൻസാൻ മനുഷ്യൻ. ഖലഖൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി അല്ലമഹുൽ ബയാൻ, അല്ലമ, മുകളിൽ നമ്മൾ പറഞ്ഞു അല്ലമ പഠിപ്പിച്ചു, അല്ലമ അല്ലാഹു പഠിപ്പിച്ചു. അല്ലമഹു, അല്ലമ അല്ലാഹു പഠിപ്പിച്ചു, ഹു അവനെ. ആരെ? മുകളിലുള്ള ഇൻസാനിലേക്കാണ് ളമീർ മടങ്ങുന്നത്. അല്ലമഹു, അല്ലാഹു മനുഷ്യനെ പഠിപ്പിച്ചു. എന്ത്? അൽ ബയാൻ, വിവരണം, വിവരണം അല്ലെങ്കിൽ സംസാരം. അല്ലമഹുൽ ബയാൻ, അല്ലാഹു മനുഷ്യന് വിവരണം പഠിപ്പിച്ചു. അടുത്ത ആയത്ത്, അഞ്ചാമത്തേത്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അശ്ശംസ്, ശംസ് സൂര്യൻ, ശംസ് സൂര്യൻ, വൽ ഖമറു ചന്ദ്രൻ. അശ്ശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, ബിഹുസ്ബാൻ, ഹുസ്ബാൻ രണ്ടും ഒരു കണക്കനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായ ഒരു കണക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത്. ആണ് അതിന്റെ പദാർത്ഥം. ബിഹുസ്ബാൻ, കണക്കനുസരിച്ചാണ് ശംസും ഖമറും, സൂര്യനും ചന്ദ്രനും നിലകൊള്ളുന്നത്. ആറാമത്തെ ആയത്ത്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, വന്നജ്മു, നജ്മ് നക്ഷത്രം, നജ്മു നക്ഷത്രം, സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത്. വന്നജ്മു നക്ഷത്രം, വശ്ശജറു വൃക്ഷവും, യസ്ജുദാൻ അത് രണ്ടും സുജൂദ് ചെയ്യുന്നു, അത് രണ്ടും സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, നക്ഷത്രവും വൃക്ഷവും. അതേപ്രകാരം നജ്മിന് വള്ളി, ചെടി എന്നെല്ലാം മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുത്തതായി കാണാവുന്നതാണ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, നക്ഷത്രവും അല്ലെങ്കിൽ ചെടിയും വള്ളിയുമെല്ലാം, അതുപോലെ വൃക്ഷവും എല്ലാം സുജൂദ് ചെയ്യുന്നു. ഇതാണ് ഈ 6 ആയത്തുകളുടെ അർത്ഥം. ഇനി അതിന്റെ ഒരു ചെറിയ വിശദീകരണം നമുക്ക് നോക്കാം. നാം ഏത് സമയത്തും ഉരുവിടുന്ന അല്ലാഹ്, ആ അല്ലാഹ് എന്ന മഹനീയമായ ഉത്തമമായ നാമം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഉത്തമമായതാണ്, രണ്ടാം സ്ഥാനത്തുള്ള നാമമാണ് അർ-റഹ്മാൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവൻ, ഏറ്റവും കൂടുതൽ കരുണയുള്ളവൻ. നല്ലവരാണോ ചീത്ത ആളുകളാണോ എന്നൊന്നും നോക്കിയിട്ടല്ല റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കും അവനെ വഴിപ്പെടാത്ത ആളുകൾക്കും ധിക്കാരികൾക്കും തോന്നിവാസികൾക്കും അല്ല ഇല്ലെന്ന് പറയുന്നവർക്കും അള്ളാഹുവിനെ പരിഹസിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും എല്ലാം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിന്റെ വെള്ളം അള്ളാഹു കൊടുക്കുന്നു അവർക്കും,
മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല അത് കൊടുക്കുന്നത്. അള്ളാഹു വായു കൊടുക്കുന്നത്, അള്ളാഹു ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് എല്ലാം വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്ന് നോക്കിയിട്ടല്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നവൻ അർ റഹ്മാൻ. ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കും അള്ളാഹുവിനെ ഭയപ്പെടാതെ താന്തോന്നികളായി തോന്നിവാസികളായി ജീവിക്കുന്നവർക്കുമെല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്ന പരമകാരുണികനാണ് അള്ളാഹു. അതാണ് റഹ്മാൻ എന്നതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അതിമഹത്തായ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹു കാരുണ്യവാനാണ്. ആ കാരുണ്യത്തിന്റെ ഉദാഹരണമാണ് ഒന്ന് അള്ളാഹു പറഞ്ഞു, അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചത്. അല്ലമ, ആ കാരുണ്യവാൻ പഠിപ്പിച്ചു. എന്തിനെ? അൽ ഖുർആന, ഖുർആനിനെ പഠിപ്പിച്ചു. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. രണ്ടാമത്തത് ഖലഖൽ ഇൻസാൻ, മനുഷ്യരെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നു, നടക്കാനുള്ള കാല് തന്നു, പിടിക്കാനുള്ള കയ്യ് തന്നു, കാണാനുള്ള കണ്ണ് തന്നു. ആ നിലക്ക് ഇല്ലായ്മകളിൽ നിന്ന് ഖലഖൽ ഇൻസാൻ, മനുഷ്യരെ സൃഷ്ടിച്ചു എന്നത് റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു കാരുണ്യമാണ്. രണ്ടാമത്തെ കാരുണ്യം. ഒന്ന് ഖുർആൻ പഠിപ്പിച്ചു എന്നത്, അല്ലമൽ ഖുർആൻ. രണ്ട് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത്. മൂന്നാമത്തത്, നാലാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവന് ഖുർആൻ പഠിപ്പിക്കുക മാത്രമല്ല, അല്ലമഹു, അവനെ പഠിപ്പിച്ചു, അൽ ബയാൻ, അവന് വിവരണം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ മൂന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മൂന്ന് ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള മൂന്ന് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത്. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ മൂന്ന് ഉദാഹരണങ്ങൾ. ഒന്ന് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്, അല്ലെ? അപ്പൊ ഖുർആൻ പഠിപ്പിച്ചു, അതാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, വായിക്കാൻ നമുക്കൊക്കെ അറിയാം, വായിക്കാൻ അറിയാത്തവരും ധാരാളമുണ്ട്. അത് കൂട്ടി വായിച്ചാൽ എവിടെയാണ് നീട്ടേണ്ടത്, എവിടെയാണ് നീട്ടാൻ പാടില്ലാത്തത്, എവിടെ മണിക്കണം, എവിടെ മണിക്കാൻ പാടില്ല. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു എന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും കൽപ്പനകളും താക്കീതുകളും ഉദാഹരണങ്ങളും ചരിത്രങ്ങളുമെല്ലാം റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുമ്പോ അത് കൃത്യമായി മനസ്സിലാക്കുവാനും ഓരോ ആയത്തുകളിൽ നിന്നുമുള്ള റഹ്മാനായ റബ്ബിന്റെ സന്ദേശങ്ങളെ അത് കൃത്യമായി മനസ്സിലാക്കി എനിക്ക് ആ സന്ദേശം ഉൾക്കൊള്ളണം, അതിനനുസരിച്ച് കൊണ്ട് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, ആ ആയത്തിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി വളരെ കൃത്യമായി അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള വിവരവും അതിനുള്ള കഴിവും യുക്തിയുമെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു ആ റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖലഖൽ ഇൻസാൻ, കാരുണ്യവാനായ റബ്ബിന്റെ ആ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്ത്? ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇല്ലായ്മകളിൽ നിന്ന് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യരെ നിങ്ങൾക്കൊരു കാലം ഉണ്ടായിരുന്നു, ആ കാലം എന്താണെന്ന് പറയപ്പെടാൻ പറ്റാത്ത കാലം. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങൾ വളർന്നു വലുതായി, നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി. ഖലഖൽ ഇൻസാൻ, മനുഷ്യരെ നിങ്ങളെ മനുഷ്യരായി സൃഷ്ടിച്ചത് ഞാനാണ്, ആ റഹ്മാനായ റബ്ബാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ടാമത് അള്ളാഹുവിന്റെ വിശേഷണമായി പഠിപ്പിച്ചു തന്നു. മൂന്നാമത്തേത് അല്ലമഹുൽ ബയാൻ, അവൻ വിവരണം പഠിപ്പിച്ചു തന്നു എന്നതാണ്. വിവരണം പഠിപ്പിച്ചു തന്നു. റഹ്മാനായ റബ്ബിന്റെ മൂന്നാമത്തെ കാരുണ്യം ഉദാഹരണം അല്ലാഹു പഠിപ്പിച്ചത് എന്താ? അല്ലമഹുൽ ബയാൻ. അതേ ആ റഹ്മാനായ റബ്ബ്, ആ റഹ്മാൻ മനുഷ്യന് വിവരണം പഠിപ്പിച്ചു, ബയാനിനെ പഠിപ്പിച്ചു. എന്താണ് ബയാൻ എന്ന് പറഞ്ഞാൽ? വിവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ശബ്ദങ്ങളിലൂടെ എനിക്കറിയാവുന്ന ഭാഷയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക, മനസ്സിലുള്ളത് വിവരിക്കുവാനും സംസാരിക്കുവാനും പരസ്പരം ആശയ വിനിമയം നടത്തുവാനുമെല്ലാം അതിനുള്ള ഒരു ബയാൻ, വിശദീകരണം നൽകാനുള്ള ഒരു അവസ്ഥ മനുഷ്യനിക്ക് നൽകിയതാരാണ്? അത് റഹ്മാനാണ്. അല്ലമഹുൽ ബയാൻ, അള്ളാഹുവാണ് മനുഷ്യന് വിവരണം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ആ ആയത്തിന്റെ താല്പര്യം, വിവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാകുന്ന നമ്മുടെ മാത്രം പ്രത്യേകതയാണ് സംസാരിക്കുക എന്നത്. ഇവിടെ മൃഗങ്ങൾ സംസാരിക്കാറില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്,
മൃഗങ്ങളും ഭക്ഷണം കഴിക്കാറുണ്ട്, അവർ വെള്ളം കുടിക്കാറുണ്ട്. എന്നാൽ മനുഷ്യർ അവരുടെ മാത്രം പ്രത്യേകതയാണെന്ത്? സംസാരിക്കുക എന്നത്. സംസാരങ്ങളിലൂടെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും പുകഴ്ത്തി പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദമ, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും അള്ളാഹു ആദരിച്ചത്? നമ്മുടെ സൗന്ദര്യം കൊണ്ടാണോ? അതല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണോ? അതല്ലെങ്കിൽ നമ്മുടെ ആകാര ഭംഗി കൊണ്ടാണോ? ഇതൊന്നുകൊണ്ടുമല്ല. മറിച്ച് സത്യവും അസത്യവും മനസ്സിലാക്കുവാൻ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ അത് കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും തെറ്റേതാണെന്നും ശരിയേതാണെന്നും കൃത്യമായി മനസ്സിലാക്കാനുള്ള വിവേകശേഷി തന്നിട്ടുള്ളത്, സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളത്, അതെല്ലാം ആർക്ക് മാത്രമാണ്? മനുഷ്യർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അല്ലമഹുൽ ബയാൻ. അതെ, അവന്റെ മനസ്സിലുള്ളതിനെ വിവരിക്കുവാനും സംസാരിക്കുവാനുമുള്ള ബയാൻ മനുഷ്യരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. സംസാരിക്കാനുള്ള ഒരു കഴിവും നമുക്കില്ല. മനുഷ്യർ മറ്റുള്ള സൃഷ്ടികളെ, മറ്റുള്ള ജീവജാലങ്ങളെ പോലെ, നാൽക്കാലി മൃഗങ്ങളെ പോലെ മൂക സൃഷ്ടിയാണ് എന്ന് വെക്കുക. അങ്ങനെ മൂക സൃഷ്ടിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു ലക്ഷ്യം ഉണ്ടാവുകയില്ല. മറിച്ച് കേൾക്കുവാനും പറയുവാനും അള്ളാഹു പഠിപ്പിച്ചു തന്നത് മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യബോധമുള്ളത്. എന്താണ് നമ്മുടെ ലക്ഷ്യബോധം? അത് സ്വർഗമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. മരണം വരെയുള്ള ഭൗതികമായ ജീവിതത്തിൽ ആർമാദിച്ചും സുഖിച്ചും സുഖലോലുപതയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക എന്നതല്ല മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. അല്ലാഹു പറയുന്നത് അല്ലമഹുൽ ബയാൻ, മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ ബയാനിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏത് രീതിയിലാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്നെല്ലാം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അതിമഹത്തായ മൂന്നാമത്തെ കാരുണ്യത്തിന്റെ ഉദാഹരണമായി പറയുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായ ഒരു കണക്കനുസരിച്ചാകുന്നു നിലകൊള്ളുന്നത്. സൂര്യനും അതുപോലെ ചന്ദ്രനും അതിന്റെ ചലനങ്ങളെ കുറിച്ച്, അതിന്റെ ഗതിഗതികളെ കുറിച്ച്, അതിന്റെ വലുപ്പം, അതിന്റെ അകലം, ചൂട്, തണുപ്പ്, ഇതെല്ലാം ഉണ്ടാകുന്നത് സൂര്യനിൽ നിന്നാണ്. അത് എത്രയുണ്ടാകണം, എത്ര രീതിയിലാകണം, അതിന്റെ അളവെത്രയാകണം, അതിന്റെ കണക്കെത്രയാകണം, എല്ലാം തീരുമാനിച്ചിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ്. അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ സൂര്യന്റെ കൃത്യമായ അതിന്റെ ചൂട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സംവിധാനിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സൂര്യന്റെ ചൂട് അത് ഒന്ന് അതിശക്തമായ രീതിയിലേക്ക് പോയാൽ ഇപ്പൊ ഉള്ളതിന്റെ ഒരു ഇരട്ടിയായി എന്ന് വിചാരിക്കുക. ഇവിടെ എന്തെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചൂട്. ഇതിന്റെ ഒരു ഇരട്ടി ചൂടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതെങ്കിൽ ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എല്ലാവരും മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി ഇവിടെ എത്ര ചൂട് വേണം, എത്ര തണുപ്പുണ്ടാകണം എന്ന് എല്ലാം കൃത്യമായ കണക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും അത് നിശ്ചയിച്ചിട്ടുള്ളതും റഹ്മാനായ റബ്ബാണ്. അതിന്റെ അധികാരമെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹ് വിചാരിച്ചതിനനുസരിച്ചാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഇവിടെ ചൂടും തണുപ്പുകളും അതുപോലെ ചന്ദ്രന്റെയും സൂര്യന്റെയും എല്ലാം ഗതികളും എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അത് നിശ്ചയിക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല എന്നർത്ഥം. ചൂട് കൂടുമ്പോൾ ആ ചൂടിനെ ശപിക്കുകയും എന്തോ ഒരു ചൂടാ എന്ന് പറയും മനുഷ്യർ. വല്ലാത്ത ചൂട് സഹിക്കാൻ കഴിയണില്ല എന്ന് പറയും, ചൂടിനെ ശപിക്കും. ഇനി ആ ചൂടങ്ങ് പോയി ഒരു തണുപ്പ് വന്നാലോ ആ തണുപ്പിനെ ശപിക്കും. മഴയില്ലെങ്കിൽ മഴയില്ല എന്ന് പറഞ്ഞ് വിലപിക്കും. മഴയുണ്ടായാൽ മഴയെ ശപിക്കുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകളുണ്ട്. ഇതൊന്നും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഒന്നിനെയും കാലാവസ്ഥകളെ ദുഷിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികളുടെ നാവുകളിൽ നിന്ന് മഴയെ ശപിക്കുന്ന, അതേ പ്രകാരം കാറ്റിനെ ശപിക്കുന്ന, ചൂടിനെ ശപിക്കുന്ന, തണുപ്പിനെ ശപിക്കുന്ന, ശകാരിക്കുന്ന, അള്ളാഹുവിനെ പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ നാവിൻ തുഞ്ചിലൂടെയും പുറത്തേക്ക് വരാൻ പാടില്ല. എന്തുകൊണ്ട് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, ആ സൂര്യനും ചന്ദ്രനുമെല്ലാം റഹ്മാനായ റബ്ബിന്റെ കണക്കനുസരിച്ചാണ് ഇവിടെ നിലകൊള്ളുന്നത്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന കൃത്യമായ വിശ്വാസം വിശ്വാസികൾക്ക് ഉണ്ടാകണം. ഒന്നിനെയും ശപിക്കരുത്. പക്ഷേ കൂടുതലാവുകയാണെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, പ്രയാസമാണ്, ഇപ്പൊ മഴ കൂടിയാൽ ആ മഴ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ ശക്തമായ മഴയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം.
അല്ലാതെ അതിനെ ശപിക്കുന്ന, ചീത്ത പറയുന്ന, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ നാവിൻ തുഞ്ചിൽ ഉണ്ടാകരുത് എന്ന ഒരു താക്കീത് കൂടെ, ഒരു സന്ദേശം കൂടെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. തുടർന്ന് വന്നജ്മു വശജറു യസ്ജുദാൻ. വന്നജ്മു, നജ്മ് നക്ഷത്രം, അല്ലെങ്കിൽ ചെടികൾ, വള്ളികൾ. അതുപോലെ വശജറു, ഷജർ വൃക്ഷം, മരം. ആ നജ്മും ഷജറുമെല്ലാം യസ്ജുദാൻ, അത് രണ്ടും സുജൂദ് ചെയ്യുന്നു. സൂര്യനും ചന്ദ്രനുമെല്ലാം റഹ്മാനായ റബ്ബിന് എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്. നജ്മും ഷജറും, മരവും എല്ലാം, സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഒന്ന് നജ്മാണ്, മറ്റൊന്ന് ഷജറാണ്. എന്നാൽ മറ്റു പല ആയത്തുകളിലൂടെയും റഹ്മാനായ റബ്ബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. നീ കാണുന്നില്ലേ? അന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്, യസ്ജുദു ലഹു, റഹ്മാനായ റബ്ബിന് സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്. മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവർ, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും, ആകാശ ഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു അവിടെ പറഞ്ഞു വശംസു, സൂര്യനും അതുപോലെ ചന്ദ്രനും, വന്നുജൂമു നക്ഷത്രങ്ങളും, വൽ ജിബാലു പർവ്വതവും, വശജറു അതേ പ്രകാരം മരങ്ങളും മറ്റു പ്രാണികളും എല്ലാം വകസീറും മിനന്നാസ്, ജനങ്ങളിലുള്ള അധികരിച്ച ആളുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അതിന്റെ ഒരു ചുരുക്ക ഭാഗം മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു വശജറു വന്നജമു വശജറു യസ്ജുദാൻ, നജമും അതുപോലെ വൃക്ഷവും അള്ളാഹുവിന് സുജൂദ്, സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. സസ്യങ്ങളും വൃക്ഷങ്ങളും മാത്രമല്ല, ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് വിവിധങ്ങളായ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല സുജൂദ് ചെയ്യുന്നത്, മറ്റുള്ള ജീവജാലങ്ങളും സൃഷ്ടികളും ഒക്കെ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളാകുന്ന മനുഷ്യരാകുന്ന ഞാൻ നിങ്ങളും എന്ത് ചെയ്യണം? കൂടുതൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അല്ലാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം അത് സുജൂദിലാണ്. സുജൂദ് ധാരാളമായി വർദ്ധിപ്പിക്കുക. അങ്ങനെ സുജൂദിലൂടെ റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.